കാസർഗോഡ് ഭാഷയുമായി മമ്മൂട്ടിയുടെ പുത്തൻ പണം 12-ന് തിയേറ്ററുകളിലെത്തും. 13 നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും അതിന് ഒരു ദിവസം മുമ്പ് തന്നെ ചിത്രം റിലീസ് ചെയ്യാനാണ് പ്ലാൻ. കടൽ കടന്നൊരു മാത്തുക്കുട്ടിക്ക് ശേഷം രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പുത്തൻ പണം. ഏപ്രിൽ 12 ബുധനാഴ്ച 150ഓളം കേന്ദ്രങ്ങളിലാണ് ഈ ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. മമ്മൂട്ടിയുടെ ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതുകൊണ്ട് പുത്തൻ പണത്തിന്റെ റിലീസ് ഡേറ്റ് നീട്ടിവെക്കണമെന്ന് മമ്മൂട്ടിയുടെ ആരാധകർക്കിടയിൽ ആവശ്യമുയർന്നിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് റിലീസ് വിഷുവിന് വേണ്ടെന്ന് വെച്ചതായിട്ടും ഇടയ്ക്ക് ചില വാർത്തകളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. എന്നാൽ റിലീസ് നീട്ടിവെച്ചു എന്നുള്ള വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ഇതിന്റെ അണിയറക്കാർ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. നോട്ട് നിരോധനമാണ് പുത്തൻ പണത്തിന്റെ മുഖ്യ പ്രമേയം. നോട്ട് നിരോധനം മൂലം സാധാരണ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കള്ളപ്പണക്കാരുടെ നെട്ടോട്ടവും ഒക്കെയാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇതിന്റെ ട്രെയിലർ തരുന്ന സൂചനകൾ. ഇന്ത്യൻ റുപ്പി എന്ന മൂവിയുടെ ആശയത്തിന്റെ തുടർച്ചയും ഈ ചിത്രത്തിലുണ്ടാവും. ഓം പ്രകാശ് ആണ് ഇതിന്റെ ക്യാമറ. ഇനിയ, രഞ്ജി പണിക്കർ, സായ് കുമാർ, സിദ്ദിഖ്, ഹരീഷ്, മാമുക്കോയ, ഇന്ദ്രൻസ് എന്നിവരും ഇതിൽ അഭിനയിക്കുന്നു. വിഷുവിന് മലയാളികൾക്ക് കൈനിറയെ ചിത്രങ്ങളാണ്. അടുത്തൊരു വിഷു റിലീസ് നിവിൻ പോളിയുടെ സഖാവാണ്. ഏപ്രിൽ 15-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. സിദ്ധാർത്ഥ ശിവയാണ് ചിത്രത്തിന്റെ ഡയറക്ടർ. കൃഷ്ണകുമാർ എന്നൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുടെ റോളാണ് നിവിൻ ഇതിൽ അഭിനയിക്കുന്നത്. നിവിൻ ആദ്യമായിട്ട് ഇരട്ട വേഷത്തിലെത്തുന്നു എന്നൊരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 2 കാലഘട്ടങ്ങളിലുള്ള വ്യക്തികളെയാണ് നിവിൻ ഇതിൽ അവതരിപ്പിക്കുന്നത്. 2017-ലെ നിവിന്റെ ആദ്യത്തെ റിലീസ് കൂടിയാണ് സഖാവ്. ഈ ചിത്രത്തിന്റെ ട്രെയിലറിന് തന്നെ നല്ല പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. ശ്രീനിവാസ്, മണിയൻ പിള്ള രാജു, അപർണ ഗോപിനാഥ്, ഗായത്രി തുടങ്ങിയവരാണ് ഇതിലെ അഭിനേതാക്കൾ.